വെൽക്കം ടു ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രോബ്ലമാണ്, ജോബ് കോസ്റ്റിങ്ങിൻ്റെ പ്രോബ്ലമാണ്. ഫ്രം ദി ഫോളോയിങ് particulars, prepare the cost sheet for job number 225 and find out the amount to be charged on the customer. Direct material used for the job 8,500, productive wages 12,100, direct expenses 760, charge 60% of productive wages for factory overhead and 20% of work cost for office overhead. Profit to be earned is 25% on cost ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മളിതിൻ്റെ പ്രോബ്ലം ആണ് പറയുന്നത്. ഇപ്പോൾ കോസ്റ്റ് ഷീറ്റ് ഫോർ ജോബ് നമ്പർ 225. ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ 8,500 നമ്മൾ എഴുതുന്നു. അടുത്ത പ്രൊഡക്റ്റീവ് വേജസ് ഉണ്ട് 12,100, ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട് 760. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് 21,360, 21,360 ആണ് നമുക്കിവിടെ പ്രൈം കോസ്റ്റ് ആയിട്ട് ലഭിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് കോസ്റ്റ് കിട്ടും. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് വർക്ക് കോസ്റ്റ് ആണ്. അപ്പോൾ വർക്ക് കോസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ചാർജ് 60% പ്രൊഡക്റ്റീവ് വേജസ് ഫോർ ഫാക്ടറി ഓവർഹെഡ് ആണ്. അപ്പോൾ ഫാക്ടറി ഓവർഹെഡ് ആയിട്ട് വരുന്നത് പ്രൊഡക്റ്റീവ് വേജസിൻ്റെ 60%. അപ്പോൾ നമുക്കറിയാം പ്രൊഡക്റ്റീവ് വേജസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 12,100 ആണ്. അപ്പോൾ അതിൻ്റെ 60% നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, 12,100ൻ്റെ 60% 7,260 വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഈ ഫാക്ടറി ഓവർഹെഡ് 7,260 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് വർക്ക് കോസ്റ്റ് 28,620 ലഭിക്കുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ഓഫീസ് ഓവർഹെഡ് ആണ്. വർക്ക് കോസ്റ്റിലൂടെ ഓഫീസ് ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോഴാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നത്. അപ്പോൾ ഓഫീസ് ഓവർഹെഡിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ആൻഡ് 20% ഓഫ് വർക്ക് കോസ്റ്റ് ഫോർ ഓഫീസ് ഓവർഹെഡ് ആണ്. 20% വർക്ക് കോസ്റ്റിൻ്റെ 20% ഓഫീസ് ഓവർഹെഡ്. അപ്പോൾ വർക്ക് കോസ്റ്റ് എത്രയാണെന്ന് നമ്മൾ നോക്കുന്നു, 28,620. 28,620ൻ്റെ 20% ഓഫീസ് ഓവർഹെഡ്. അതായത് 5,724 വരും നമുക്ക് ഓഫീസ് ഓവർഹെഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ വർക്ക് കോസ്റ്റും ഓഫീസ് ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നത് 34,344 കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രോഫിറ്റ് ആണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ 25% പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് 34,344ൻ്റെ 25% 8,586 പ്രോഫിറ്റ്. അപ്പോൾ 34,344ൻ്റെ 25% 8,586 പ്രോഫിറ്റ് വരും. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ലഭിക്കുകയാണ് ചെയ്യുന്നത്. 42,930 നമുക്കിവിടെ നമ്മുടെ സെയിൽസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഈ പ്രോബ്ലം? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത രണ്ടാമത്തെ ഒരു പ്രോബ്ലം. വിജയ് എൻ്റർപ്രൈസസ് ഒബ്റ്റെയിൻ ആൻ ഓർഡർ ഫോർ പെർഫോമിംഗ് എ ജോബ് ഫോർ ഇറ്റ്സ് കസ്റ്റമർ Jaya Enterprises. The following related to the job number 333 ആണ്. Direct material used for the job 60,000, direct labor employed for the job 50 hours at 800 per hour ആണ്. Then cost of making model amount rupees 4,000, factory overhead is charged at rupees 200 per labor hour, office overhead is 20% of total cost, normal profit to be charged is 33.33 on selling price. Prepare job cost sheet for job number 333 ആണ്. അതേപോലെ തന്നെ കോസ്റ്റ് ഷീറ്റ് ഫോർ ജോബ് നമ്പർ 333 കൊടുക്കുന്നു. നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ 60,000 നമുക്ക് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് എടുത്ത് എഴുതാം. ദെൻ ഡയറക്റ്റ് ലേബർ നമുക്ക് 40,000 രൂപ എന്ന് പറയാനുള്ള കാരണം നമുക്കറിയാം 50 ഹവേഴ്സാണ് 800 രൂപ വെച്ച്. ഓക്കെ, അപ്പം 50 ഹവറിനാണ് 800 രൂപ പെർ അവർ. ഒരു മണിക്കൂറിന് എത്ര രൂപ വെച്ച്? നമുക്ക് 800 രൂപ വെച്ച്. അപ്പം 800 × 50 നമുക്ക് 40,000 എന്ന് പറയുന്നത്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 4,000 ആണ്. കോസ്റ്റ് ഓഫ് മേക്കിംഗ് മോഡൽ എമൗണ്ട് rupees 4,000. അപ്പോൾ ഇതെല്ലാം ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 1,04,000 ഇവിടെ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് ഫാക്ടറി ഓവർഹെഡ് ആണ് കൂടേണ്ടത്. ഫാക്ടറി ഓവർഹെഡ് എത്ര പറഞ്ഞിരിക്കുന്നത്? ഫാക്ടറി ഓവർഹെഡ് ഈസ് ചാർജ്ഡ് അറ്റ് 200 പെർ ലേബർ ഹവേഴ്സ് ആണ്. ഇപ്പോൾ ലേബർ ഹവേഴ്സിന് 200 രൂപ വെച്ചാണ്. ഇപ്പോൾ ലേബർ ഹവർ നമുക്കിവിടെ അറിയാം 50 ആണ്. 50 × 200 ആണ്. പറയാം 10,000 വരും. 50 × 200 എന്ന് പറഞ്ഞാൽ 10,000 ആണ് നമുക്ക് ഫാക്ടറി ഓവർഹെഡ്. അതായത് 200 × 5 നമുക്കറിയാം 10,000 വരും.
അപ്പോൾ 1,04,000 10,000 കൂട്ടുമ്പോൾ നമുക്ക് വർക്ക് കോസ്റ്റ് 1,14,000 കിട്ടും. 1,14,000 നമുക്ക് വർക്ക് കോസ്റ്റ് ലഭിക്കും. ഓക്കെ, അടുത്ത നമുക്ക് ഓഫീസ് ഓവർഹെഡ്. ഓഫീസ് ഓവർഹെഡ് ഈസ് 20% ഓഫ് ടോട്ടൽ കോസ്റ്റ് ആണ്. ടോട്ടൽ കോസ്റ്റിൻ്റെ 20% ആണ്. ഓക്കെ, അല്ലെങ്കിൽ 25% ഓഫ് വർക്ക് കോസ്റ്റ് വരും. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1,14,000 ആണ്. അപ്പോൾ 1,14,000-ൻ്റെ 20% ആണോ? 1,14,000-ൻ്റെ 20% ആണ് ഓഫീസർ. 20% ടോട്ടൽ കോസ്റ്റ് ആണ്. അപ്പോൾ കോസ്റ്റിൽ എന്ന് പറയുന്നത് നമുക്കറിയാം 20 രൂപയാണ് ഒരു പ്രോഡക്റ്റിൻ്റെ വില. അല്ല സോറി, 20% എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ വില 100 ആണെങ്കിൽ 20 രൂപ അവിടെ പ്രോഫിറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 80 രൂപയായിരിക്കും. ഓക്കെ, അതായത് 100 രൂപ വിലയുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ വില 100 രൂപയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ 20% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 20 രൂപ പ്രോഫിറ്റും 80 രൂപ കോസ്റ്റുമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ 1,14,000 ഇൻറ്റു 20/80. ഓക്കെ, 20/80 എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് 1/4 വരും. അല്ലെങ്കിൽ ഇവിടെ 1/4 വെട്ടുമ്പോൾ നമുക്ക് 1/4 കിട്ടും. ഓക്കെ, 2 കൊണ്ട് വെട്ടി കഴിഞ്ഞാൽ 4, 1/4. അല്ലെങ്കിൽ 25% വർക്ക് കോസ്റ്റാണ്. വർക്ക് കോസ്റ്റിൻ്റെ 25% നമുക്ക് എന്ത് എടുക്കാൻ കഴിയും. 1/4 എന്ന് പറഞ്ഞാൽ 25%-ലാണ്. അങ്ങനെയാണ് നമുക്ക് 28,500 എന്ത് കിട്ടുന്നത്, ഓഫീസ് ഓവർഹെഡ് 28,500 ലഭിക്കുന്നത്. അത് ക്ലിയർ ആണല്ലോ. 1,14,000-ന് 20% കോസ്റ്റ് ആണ്. അതായത് 20/80 ആണ്. 100 എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്നു, 20 രൂപ പ്രോഫിറ്റ്. പിന്നെ അത് കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ 80 രൂപയായിരിക്കും. അങ്ങനെയാണ് നമുക്ക് 28,500 ലഭിക്കുന്നു. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 1,14,000 പ്ലസ് 28,500 ആണ്. 1,42,500 അങ്ങനെ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ലഭിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത് പറഞ്ഞിരിക്കുന്ന നോർമൽ പ്രോഫിറ്റ് ടു ബി ചാർജ്ഡ് ഈസ് 33.33% ഓൺ സെല്ലിംഗ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസിൻ്റെ 33.33% നമുക്ക് നോർമലി കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമുക്ക് കണ്ടില്ല 100 രൂപ അസംഷനാണ് അവിടെയും. അതിൽ 33 രൂപ, 100-ൽ നിന്ന് 33 രൂപ പോയി കഴിഞ്ഞാൽ പിന്നെ 66.66 ഉള്ളൂ. ഓക്കെ, അതാണ് നമുക്ക് ഇങ്ങനെ ചെയ്തിരിക്കേണ്ടത്. 33.33 ഡിവൈഡ് ബൈ 66.66 അല്ലെങ്കിൽ 1/2. 1/2 എന്ന് പറയുന്നത് 50% കോസ്റ്റ് ആണ്. അപ്പോൾ 1,42,000 ഇൻറ്റു 33.66 ഡിവൈഡ് ബൈ 66.66 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 71,220. അല്ലെ 50% എടുത്താൽ മതി. 1,42,500-ൻ്റെ 50% 71,250 കിട്ടും. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് 71,250 ആണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും പ്രോഫിറ്റോട് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടും. പ്രൈസ് ടു ബി ചാർജ്ഡ്, സെല്ലിംഗ് പ്രൈസ് അല്ലെ സെയിൽസ് എന്ന് പറയുന്നത് 2,13,750 ആണ്. 2,13,750 രൂപയാണ് നമുക്കിവിടെ സെയിൽസ് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ രണ്ട് പ്രോബ്ലം നമുക്ക് ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.